ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി. നമ്മളതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡ്, ക്യാം ഷാഫ്റ്റ്, റോക്കറാം ഇതൊക്കെ കംപ്ലൈൻറ്റ്സ് ആയിട്ട് എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ടും കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് റിപ്പയർ ചെയ്യണതിൻ്റെ ഒരു ഡീറ്റെയിലാണ്. അതിനകത്ത് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി നമ്മൾ മാറ്റിയിടാണ്, പുതിയ കിറ്റ് മേടിച്ച് മാറ്റാണ്. നമുക്ക് 3500 രൂപ സിലിണ്ടർ പിസ്റ്റൺ ആ കിറ്റിന് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചെയ്യണ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ വാൽവ് കിറ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. ഈ 2 വാൽവും നമ്മളിപ്പോൾ മാറ്റി പുതിയത് ഇട്ടിട്ട് ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കണം കേട്ടോ. അതിൻ്റെ ഈ ഒരു ഗൈഡും നല്ല രീതിയിൽ പ്ലേ ഉണ്ടായിരുന്നു, അത് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റ്, റോക്കറാമും ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡ് ബെയറിംഗ് ആയിരുന്നു പ്രശ്നം. അപ്പോൾ ആ സൈഡിലത്തെ 2 ബെയറിംഗ് നമ്മൾ മാറ്റി ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റിയ ബെയറിംഗ് ആണ് ഇതുമ്പോൾ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത്രയും ഭാഗം ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ, എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ മാറ്റി നമ്മൾ പുതിയത് ഇടുന്നുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ 198 എയർ ഫിൽറ്റർ മാത്രം വന്നുണ്ട്. പിന്നെ ഇത് ക്യാം ചെയിൻ, എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടി ചെയിനുണ്ട്, ക്യാം ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഈ ഏറ്റവും നമ്മൾ വഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അതും കൂടി ചേഞ്ച് തരാം. കാരണം അതിൻ്റെയും ഒരു ചിലമ്പൽ കാര്യങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വണ്ടി നമുക്ക് ഏകദേശം ഒരു 90,000 കിലോമീറ്റർ, 1,00,000 കിലോമീറ്ററിനോട് അടുത്തായി. അപ്പോൾ നമ്മൾ അഴിക്കണ കൂട്ടത്തിൽ കൂടെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണേ. ക്യാം ചെയിൻ മാറുമ്പോൾ അതിൻ്റെ ഈ ടെൻഷനർ യൂണിറ്റ് മാറ്റണം. അതേപോലെ തന്നെ ഇതാണ് ക്യാം ചെയിൻ വരാം. ക്യാം ചെയിൻ 370 രൂപ ക്യാം ചെയിനുള്ളൂ. ടെൻഷനെല്ലാം കൂടിയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 700-750 നമുക്ക് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളത് തൽക്കാലം ചെയ്യാണ്ട് പിന്നീട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അധിക ചിലവാണ്. കാരണം പിന്നീട് അഴിക്കുമ്പോഴും ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വീണ്ടും വരും. പിന്നെ അതേപോലെ ചെയ്ത വർക്ക് വീണ്ടും നമ്മൾ പിന്നീട് ഈ ഭാഗം അഴിച്ച് വീണ്ടും സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ടതായിട്ട് വരും. ഇതെൻ്റെ റോക്കറാം യൂണിറ്റാണ്, 760 രൂപ നമുക്ക് അതിന് തന്നെ. ഒരെണ്ണത്തിനാണ് കംപ്ലയിൻ്റ് ഉള്ളൂ, പക്ഷേ ഇതേപോലെ കിറ്റായിട്ടാണ് വരുള്ളൂ. ഒരെണ്ണം നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മാറ്റാണ്ട് മാറുമല്ലോ. അപ്പോൾ അതങ്ങനെ സെറ്റപ്പ് ആയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്ററിൽ വരുന്ന വാക്യൂം പിസ്റ്റൺ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റാണ്, 774 രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ കാർബറേറ്ററിൽ തന്നെ വന്ന സ്ലോ ജെറ്റ്, സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റിയിടുന്നുണ്ട്, ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ്. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ നമ്മൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. കാരണം അത് നമുക്ക് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്ന കാർബണൊക്കെ 100% അതിൻ്റെ ചെറിയ ഹോളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ക്ലീനർ ഉപയോഗിച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് പക്കയായിട്ട് ക്ലിയർ ആയിട്ട് വന്നു. അപ്പോൾ ആ ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്യേണ്ട. അപ്പോൾ എഞ്ചിൻ്റെ നമുക്ക് മെയിനായിട്ട് വന്ന സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്തായിരുന്നു ആ പ്രോബ്ലം. അത് നമ്മൾ നീറ്റായിട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. കൂട്ടത്തേക്ക് നമുക്ക് എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഹബ്ബ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ സീറ്റിംഗ് ആണ് പ്രശ്നം, അതായത് ഡ്രം യൂണിറ്റാണ് കംപ്ലൈൻ്റ് ആകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലേപ്പാടി മാറ്റി കളയാനാണ് പറ്റുള്ളൂ. അപ്പോൾ അത് കോസ്റ്റ്ലിയാണ്, നല്ല റേറ്റ് വന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹബ്ബ് ലെയ്ത്തിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ തേമാനുള്ള ഭാഗം മാത്രം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ സ്റ്റാൻഡേർഡ് പുതിയ വണ്ടിക്ക് എങ്ങനെ വരുന്ന അതേ അളവിലുള്ള ആയിട്ട് കയറ്റി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഹബ്ബ് കട്ട് ചെയ്ത് നല്ല പക്കയായിട്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും. അപ്പോൾ എമൗണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ചെയിൻ കട്ട് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആ ഭാഗം കേട്ടോ. കോൺസെപ്റ്റൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, തൽക്കാലം സെറ്റ് ചെയ്യുക. അടിയുണ്ട്, തൽക്കാലം സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റും കംപ്ലൈൻറ്റാണ്. ഒരു കല്ലപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടാത്തൊരു ഫീലൊക്കെ വന്നുണ്ട്. ഒരു കല്ലപ്പ് ഇതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും, ബ്രേക്ക് അതിനനുസരിച്ച് കിട്ടുക. അതാണ് അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു പാർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തൽക്കാലം നമ്മൾ പെൻഡിങ്ങിലേക്ക് ഇടാൻ പറഞ്ഞേക്കാണ്. നോക്കിയിട്ട് ഇടയ്ക്ക് അടുത്ത വർക്കിന് കയറുമ്പോൾ കൂട്ടത്തിൽ ചെയ്യാവുന്ന രീതി. ഇപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ എമൗണ്ട് കൂടുതൽ വരും. അപ്പോൾ ആ ഒരു സജഷൻ പറഞ്ഞ കാരണം നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ചെയിനായാലും വലിയ താമസിച്ചാണ്ടൊക്കെ മാറ്റേണ്ടി വന്നേക്കും. തൽക്കാലം നമ്മൾ കട്ട് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് വൈകിട്ടത്തേക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണേക്കാളും മുമ്പ്, സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് മാറ്റണേന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പാർട്സുകളുടെ റേറ്റ് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും അത് എന്താ അത്ര കോസ്റ്റ്. ശരിക്കും പാർട്സുകളുടെ എമൗണ്ടാണ് അത്രയും വരാം. ഹോണ്ടയുടെ പാർട്സുകളാണ്, ജെനുവിൻ പാർട്സുകൾ ഉപയോഗിച്ച് പാർട്സ് മാറ്റി ചെയ്യുമ്പോൾ വന്ന കോസ്റ്റാണ് അതൊക്കെ കേട്ടോ. ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻസ് കുറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ ഈ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് 90,000 കിലോമീറ്റർ, 1,00,000 കിലോമീറ്ററോളം ഓടിയ വണ്ടി. അതിന് ശേഷമാണ് നമുക്ക് സിലിണ്ടർ മാറ്റേണ്ടി വന്നത്. അതിന് മുമ്പൊക്കെ എത്രയോ വണ്ടികൾ മാറ്റേണ്ടി വന്നു സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വൈകിട്ടത്തേക്ക് നമുക്കൊരു 6-7 മണിക്ക് ആകുമ്പോഴത്തേക്ക് എടുക്കാം.